ചുറ്റുപാടുമുള്ള ആവാസ വ്യവസ്ഥ എത്രത്തോളം സന്തുലിതമാണ്? ഈ ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ സ്കൂളിൻ്റെ സമീപമുള്ള കാടും അരുവിയും ജനവാസ മേഖലയും ഉൾപ്പെടുന്ന പുളിയംപുള്ളി എന്ന മനോഹരമായ ഭൂപ്രദേശത്തേക്ക് പരിസര നിരീക്ഷണത്തിനായി പുറപ്പെട്ടത്. മനുഷ്യൻ, മണ്ണ്, ജലം എന്നീ ഘടകങ്ങൾ പരസ്പരം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവീയ അജീവിക ഘടകങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ഈ നിരീക്ഷണത്തിലൂടെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കാട് ഭൂമിയുടെ ശ്വാസകോശമാണ്. ഇവിടെ ഓരോ ചെടിയും ഒരു കഥ പറയുന്നു. മണ്ണിൻ്റെ തവിട്ടുനിറം വിളിച്ചോതുന്നത് അതിൻ്റെ ഫലഭൂയിഷ്ഠതയാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പം തന്നെയാണ് ഈ മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും ചേർത്ത് നിർത്തുന്ന അദൃശ്യമായ ചരട്. പുളിയംപുള്ളിയിലേക്ക് കടക്കുമ്പോൾ പ്രകൃതി അതിൻ്റെ അഗാധമായ സൗന്ദര്യത്തെ അനുഭവിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശത്തിൻ്റെ സ്വർണരശ്മികൾ വനത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വിസ്മയലോകം സൃഷ്ടിക്കുന്നു. ഈ ചെറിയ വനപ്രദേശം കേരളത്തിലെ സാധാരണ അർദ്ധനിത്യ ഹരിതവനങ്ങളുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ ധാരാളം ഔഷധ സസ്യങ്ങളും പൂക്കളും കായ്ഫലങ്ങളും കുറ്റിച്ചെടികളും ചെറുമരങ്ങളും വൻമരങ്ങളും ധാരാളമായി കാണാൻ കഴിയുന്നു. നമ്മുടെ കാലമോശാകുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അല്ല, ഇവിടെ എവിടെ പുലി കണ്ടു പറഞ്ഞു? ഇതവിടെ തന്നെ ഇതാണ് മരമില്ലേ, അവിടെ ഒരു മരമുണ്ട്. മക്കള് കണ്ടാണോ? ഇതാണ്ട് ഒരു ബലിങ്ങനെ കിടക്കുന്നു. അവിടെ വീണ് കിടക്കുന്ന ഒരു മരം, നമ്മൾ ആല് കണ്ടില്ലേ, ആലിന്റെ അവിടേക്ക് നീങ്ങുന്നൊരു മരം വീണ് കിടപ്പുണ്ട്. അതിന്റെ അതിന്റെ മുകളിലാണ് കടന്നിരുന്നത്. അന്ന് ആടിനും വെച്ചുകൊണ്ടിരിക്കുക. പട്ടിയുണ്ട് കൂടെ. പട്ടിയാണ് ഡേഞ്ചർ ആയതുകൊണ്ട് പാട്ടി പോയില്ല. സംശയം അവര് ചോദിച്ചു. എന്നിട്ട് പിന്നെ അന്ന് തന്നെ ആറാട്ടുകാരെയും വിളിച്ചു, ഫോറസ്റ്റുകാരെയും വിളിച്ചു. രാത്രിക്ക് എത്തുകയും ചെയ്തു. എന്നിട്ട് അവരാട്ടി എന്താ അന്ന് വന്നിട്ട് അവർ കണ്ടിട്ടൊന്നുമില്ല. അതൊന്നും പറ്റില്ല. അതൊക്കെ അത്രയും ധാരാളമാണ്. അരുവിയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന അരുവി വനത്തിന് ജീവൻ നൽകുന്ന ഒരു നാഡിയാണ്. കല്ലുകളിൽ തട്ടി ചിതറിത്തെറിച്ച് പതുക്കെ ഒഴുകിയും ആ അരുവി അതിൻ്റെ യാത്ര തുടരുന്നു. അരുവിയുടെ സാന്നിധ്യം ഇവിടെ ഒരു കൂട്ടം ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിന് വഴിയൊരുക്കുന്നു. ഞണ്ടുകൾ, ചെറുമീനുകൾ, ഒച്ചുകൾ എന്നിവയെല്ലാം അരുവിയിലും തീരത്തുമായി കാണപ്പെടുന്നു. ഈ ജലസ്രോതസ് വനത്തിലെ മറ്റു ജീവികൾക്ക് കൂടി കുടിവെള്ളം, ആഹാരവും പ്രദാനം ചെയ്യുന്നു. നമ്മൾ കണ്ടതും അറിഞ്ഞതുമായ ഈ പ്രകൃതി സൗന്ദര്യം ഭാവി തലമുറയ്ക്കായി നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്.